കുറച്ച് ഇംഗ്ലീഷും പഠിക്കും. അപ്പം ഈ ഡയലോഗ് നോക്കിക്കോളൂ. ആരവ് ആൻഡ് റിയ. ആരവ് റിയോട് ചോദിക്കുകയാണ്, നീ നിന്റെ സയൻസ് പ്രോജക്റ്റ് ഫിനിഷ് ചെയ്തോ? അപ്പൊ റിയ മറുപടി പറയാണ്, ഞാൻ എൻ്റെ ഹോംവർക്ക് പോലും ഫിനിഷ് ചെയ്തിട്ടില്ല, പിന്നെയല്ലേ പ്രോജക്റ്റ്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം? ആരവ് ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ഡിഡ് യു ഫിനിഷ് ദ സയൻസ് പ്രോജക്റ്റ്? നീ സയൻസ് പ്രോജക്റ്റ് നീ തീർത്തോ? ഡിഡ് യു ഫിനിഷ് എന്ന് പറഞ്ഞാൽ തീർത്തോ. ഉത്തരം, ഐ ഡിഡ്ന്റ് ഈവൻ ഫിനിഷ് മൈ ഹോംവർക്ക്. ഞാൻ എൻ്റെ ഹോംവർക്ക് പോലും തീർത്തിട്ടില്ല. ഈവൻ മൈ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ഇത് പോലും, ഹോംവർക്ക് പോലും തീർത്തിട്ടില്ല. ലെറ്റ് അലോൺ ദ സയൻസ് പ്രോജക്റ്റ്. പിന്നെ അല്ലേ സയൻസ് പ്രോജക്റ്റ്. ഒരു ഡ്രസ്സ് എടുക്കാൻ കടയിൽ പോയി. അപ്പൊ മോൾ അമ്മയുടെ അടുത്ത് ചോദിക്കുകയാണ്, മോം ക്യാൻ യു ബൈ മീ ദിസ് ഡ്രസ്? അമ്മ, എനിക്ക് ഈ ഡ്രസ്സ് ഒന്ന് വാങ്ങിച്ചു തരാൻ പറ്റുമോ? ക്യാൻ യു ബൈ, പറ്റുമോ. ക്യാൻ എന്ന് പറഞ്ഞാൽ പറ്റുമോ എന്നുള്ളതാണ്. ക്യാൻ യു ബൈ മീ ദിസ് ഡ്രസ്? ഈ ഡ്രസ്സ് വാങ്ങിച്ചു തരാൻ പറ്റുമോ? അപ്പൊ അമ്മ, ഐ ഡോണ്ട് ഹാവ് ഇനഫ് മണി ഫോർ എ സിമ്പിൾ ടീഷർട്ട്, ലെറ്റ് അലോൺ ദിസ് എക്സ്പെൻസീവ് ഡ്രസ്. ഒരു സിമ്പിൾ ടീഷർട്ട് വാങ്ങിക്കാനുള്ള പൈസ ഇപ്പൊ എൻ്റെ കയ്യിലില്ല, പിന്നെ അല്ലേ ഇത്രയും എക്സ്പെൻസീവ്, വില കൂടിയ ഡ്രസ്സ്. അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. ക്യാൻ യു ബൈ മീ ദിസ് ഡ്രസ്? ഐ ഡോണ്ട് ഹാവ് ഇനഫ് മണി ഫോർ എ സിമ്പിൾ ടീഷർട്ട്. പറഞ്ഞോളൂ, ഐ ഡോണ്ട് ഹാവ് ഇനഫ് മണി ഫോർ എ സിമ്പിൾ ടീഷർട്ട്, ലെറ്റ് അലോൺ ദിസ് എക്സ്പെൻസീവ് ഡ്രസ്. പിന്നെയല്ലേ ഈ എക്സ്പെൻസീവ് ഡ്രസ്. ഇനി ഒരു യാത്രയെക്കുറിച്ച് രണ്ട് സുഹൃത്തുക്കൾ. അതിൽ ആദ്യത്തെ ഫ്രണ്ട് ചോദിക്കുകയാണ്, ആർ യു പ്ലാനിങ് ടു ഗോ ടു ലണ്ടൻ നെക്സ്റ്റ് ഇയർ? നീ അടുത്ത വർഷം ലണ്ടനിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ആർ യു പ്ലാനിങ് ചെയ്യുന്നുണ്ടോ? എന്തിന്? ടു ഗോ ടു ലണ്ടൻ നെക്സ്റ്റ് ഇയർ. ടു ഗോ ടു ലണ്ടൻ, ലണ്ടനിൽ പോകാൻ അടുത്ത വർഷം, നെക്സ്റ്റ് ഇയർ. അപ്പോൾ അടുത്ത ഫ്രണ്ട് പറയണേ, ഐ കാൺട്ട് ഈവൻ ട്രാവൽ ടു ദ നെക്സ്റ്റ് സിറ്റി, ലെറ്റ് അലോൺ ലണ്ടൻ. എനിക്കിവിടെ അടുത്ത സിറ്റിയിലേക്ക് പോകാൻ പോലും പറ്റത്തില്ല. ഐ കാൺട്ട് ഈവൻ ട്രാവൽ ടു ദ നെക്സ്റ്റ് സിറ്റി, പിന്നെയല്ലേ ലണ്ടൻ, ലെറ്റ് അലോൺ ലണ്ടൻ. അച്ഛനും മോനും, അമ്മ എവിടെയാ പോയിരിക്കുകയാണ്. അപ്പൊ അച്ഛൻ മോനോട് ചോദിക്കുകയാണ്, ക്യാൻ യു കുക്ക് ദ ഡിന്നർ? നിനക്ക് ഡിന്നർ ഒന്ന് കുക്ക് ചെയ്യാൻ